ആ ഹലോ പറയടാ. ഓ ആണോ, എല്ലാരും കൂടുന്നുണ്ടല്ലേ? ആ എനിക്ക് ഇന്ന് വരാൻ കഴിയില്ലടാ, ഞാൻ ഫാമിലിനെയും കൂട്ടിയിട്ട് ഒരു മാരേജിന് പോന്നിരുന്നു. ആ അത് നിമ്മീൻ്റെ ഒരു റിലേറ്റീവിൻ്റെയാ. അപ്പൊ മാരേജ് രാവിലെ കഴിഞ്ഞു. പിന്നെ നമ്മള് ഈവനിങ് ഇപ്പോ ഒരു റിസപ്ഷൻ ഉണ്ട്. ആ ഇവിടുത്തെ ഓഡിറ്റോറിയത്തില്. അപ്പൊ അടുത്തേക്ക് പോവാന്ന്. ആ ഏതായാലും നമുക്ക് നാളെ കൂടാനി. ആ എന്നാ ശരിയടാ, ഓക്കെ ഏട്ടാ, ബൈ. ഞാനും കുട്ടിമണി റെഡി ആയി കേട്ടോ. നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഇനിയിപ്പോ ലേറ്റ് ആകുമ്പോ പിന്നെ അവിടെ എല്ലാരും എത്തിയിട്ട് പോയാ എല്ലാരും പറയും. നമുക്ക് ഇറങ്ങാൻ തോന്നുന്നല്ലേ? ആ ഓക്കെ, എന്നാലും ഇറങ്ങി നിങ്ങള്. ഞാൻ നിങ്ങളെയാ കാത്തിക്കുന്ന. പിന്നെ ഗിഫ്റ്റ് എടുക്കാൻ മറക്കണ്ടേ? ഓ ചേട്ടാ, ഇപ്പൊ പറഞ്ഞത് നന്നായി. ഞാനിപ്പോ അത് മറന്നോണ്ട് വന്നേനെ. നമ്മൾ രണ്ടാമത് വരേണ്ടി വരുമായിരുന്നു ഗിഫ്റ്റ് എടുക്കാൻ. ഞാൻ എടുത്തിട്ട് വരാം. എന്നാല് അമ്മ പോണ്ട, ഞാൻ പോകാമേ ഗിഫ്റ്റ് എടുക്കാൻ. ഗിഫ്റ്റ് ഞാൻ എടുത്തു. ഇനി വേഗം ഇറങ്ങിക്കോ, എല്ലാരും ലേറ്റ് ആക്കണ്ട. ഏട്ടാ, എല്ലാരും വരുന്നത്രയും തോന്നുന്നു. ആ സാര, നമ്മളെന്തായാലും നേരത്തെ എത്തിയത് നന്നായി. ആ നീ വാ, എന്തായാലും നമുക്ക് ചെക്കനും പെണ്ണിന് ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എനിക്കാണെങ്കിൽ ഇവരെയൊന്നും അത്ര പരിചയവും ഇല്ല. ഇല്ലെങ്കിൽ എന്താണ്, എന്റെ കൂടെ നിന്നാ മതി. അങ്ങനെയല്ലേ ഓരോരാളെ പരിചയപ്പെടുക. ആ എന്തായാലും നീ വാ, നടക്ക്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. ഗിഫ്റ്റ് കൊടുക്കണ്ടേ അവർക്ക്? ആ അതെ, വാ നടക്ക്. വാ ചേച്ചി വാ. കല്യാണത്തിന് വന്നില്ലായിരുന്നോ നിങ്ങള്? ഓ ഇല്ല മോളെ, വന്നില്ല. അത് ഏട്ടനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ വരേണ്ടതല്ലേ, അതുകൊണ്ട് പിന്നെ വന്നില്ല. അതുകൊണ്ടാ ഇപ്പൊ റിസപ്ഷന് നേരത്തെ എത്തിയത്. എല്ലാരും വന്നു തുടങ്ങത്രേ തോന്നല്ലേ? ആ അതെ ചേച്ചി. ഏട്ടാ, ഇത് എന്റെ സിസ്റ്റർ ആട്ടോ, കസിൻ സിസ്റ്റർ ആയിട്ട് വരും. ഹലോ ചേച്ചി. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാ. ചേട്ടാ, ഐ എം കിരൺ. ഐ എം ദത്തൻ. ഹലോ, എന്റെ കുട്ടിമണി വന്നിട്ടുണ്ടോ? എന്റെ ചോദിക്കാൻ പോവായിരുന്നു. എന്താ കല്യാണത്തിന് വരാഞ്ഞേ? കുട്ടിമണിക്ക് മാത്രം വന്നൂടെ കല്യാണത്തിന്? അതിനെനിക്ക് ഒറ്റക്ക് വരാൻ അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ വരാഞ്ഞേ. ഇത് ചേച്ചിന്റെ മോളാ, കുട്ടിമണി. കുട്ടിമണി, മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ LKG അങ്കിൾ. അയ്യോ, സംസാരിച്ച് നിന്നിട്ട് പിന്നെ ഗിഫ്റ്റ് തരാൻ മറന്നുപോയി. ഇതാ മോളെ ഗിഫ്റ്റ്. ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി, നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷം. ഇത് എന്തിനാ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നേ? അതിനെന്താ, അത് നമ്മുടെ ഒരു സന്തോഷല്ലേ. നീ ഇത് വാങ്ങിക്ക്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്. അമ്മ അച്ഛനൊക്കെ തിരക്കില്ലാ തോന്നുന്നു. വാ, ചേട്ടനും ചേച്ചി എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ നിക്ക്. പിന്നെ നല്ല തിരക്കാവും. ഇപ്പൊ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാം. വാ, വരൂ. കുട്ടിമണി വാ, ആന്റീന്റെ അടുത്ത് നിൽക്ക്. അങ്കിളിന്റെ ആന്റീന്റെ അടുക്ക് നിന്നോ. വാ. എല്ലാരും ഒന്ന് ക്യാമറയിലേക്ക് തന്നെ നോക്കണേ. മോളോട്ടി ചിരിച്ച. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ചേച്ചി മെല്ലെ പോയാൽ മതി കേട്ടോ, തിരക്കൊന്നും ആക്കരുതേ. നിങ്ങൾ എന്തായാലും കല്യാണത്തിന് വന്നില്ല. എല്ലാരും ഇപ്പൊ വരും. ഇല്ലടാ, നമ്മള് മെല്ലെ പോവുള്ളൂ. അമ്മ എന്നെ എടുക്കുവാ. ആ അമ്മേന്റെ പൊന്നുട്ടി വാ. എടാ, LKG പഠിക്കുന്ന കുട്ടിയായിട്ട് അമ്മ എന്നെ എടുക്കാൻ പറയുമോന്ന്? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാൻ മോളെ. എന്താ ചക്കര, എന്താ പറയുന്നേ? അവൾക്ക് വിശക്കുന്നു പറഞ്ഞാ. ചേച്ചി എന്നെ പേരാരും കാത്തിക്കണ്ട, മോക്ക് വിശക്കില്ലേ? ഭക്ഷണം കൊടുത്തോ? ഭക്ഷണം തുടങ്ങിയിട്ടുണ്ടാവും, കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചേച്ചി ഇരുന്ന് കേട്ടോ, നോക്കിട്ട് ഇരിക്കണേ. ആ ഓക്കെ മോളെ, ഇരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കുടിച്ചോ? ആ ചെറിയച്ഛൻ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏട്ടാ, എന്നാ നമുക്ക് മോക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ തോന്നല്ലേ? എന്നാ ശരി, കാണാം കേട്ടോ. ഓക്കെ ഏട്ടാ. ഓക്കെ ചേച്ചി. ശരി ചേട്ടാ. ശരി ചേച്ചി. കുട്ടിമണി, തികച്ചു തിന്നണേ നീ. നിനക്ക് വിശക്കുന്ന പറഞ്ഞ നേരത്തെ ഇരുന്ന തന്നെ. ഹായ്, നല്ല ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ. ഞാൻ തേച്ചും തിന്നു.